നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. നാഗരശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് നായയുടെ കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റിട്ടുണ്ട്. പെരിങ്ങോട് താഴത്തേപ്പുരയ്ക്കൽ ശബരിനാഥ്, ഏർക്കര ശിഹാബ് മകൻ മുഹമ്മദ് ഫാദി, കരുവാൻ പടിക്കൽ സന്ധ്യ മകൻ ആദിദേവ് എന്നീ കുട്ടികൾക്കും താഴത്തേതിൽ ഷംസുദ്ദീൻ, വട്ടേക്കാട്ട് മാധവൻ നായർ എന്നിവർക്കുമാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്തെത്തിയിരുന്നു. എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ശ്രീധരൻ അനങ്ങിയില്ല. പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നോട്ട് കുതിച്ച ആന ഫ്ളൈ ഓവർ കുത്തിമറിച്ചിട്ടു. ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലം ഇറക്കി. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ. ഇതറിയാവുന്ന പാപ്പാന്മാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ആനകളെയും പുറത്തേക്കിറക്കി. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ട് വഴിയും പുറത്തേക്കാക്കി. ആനപ്പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടവന്നില്ല. ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി. 11 മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരിപ്പറമ്പിൽ തളച്ചു. മറ്റൊരു ആനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭഗവതിക്ക് കളംപാട്ട് ആരംഭിച്ച ദിവസമായതിനാൽ വിളക്കെഴുന്നള്ളിപ്പിന് ഒരാനയുമായി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഇതിന് കൊമ്പൻ ശ്രീധരനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആന ഇടഞ്ഞത് കാരണം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും വൈകി. രാവിലെ ഫ്ളൈ ഓവർ നന്നാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതുമൂലം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിടേണ്ടി വന്നു. കുചേലദിനത്തിൽ അവൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവൽ സമർപ്പണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നത് വരെ തുടരും. കുചേലൻ എന്ന സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി സതീർത്ഥ്യൻ എന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽ പൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിൽ 30 ബുധനാഴ്ച കുചേലദിനമായി ആചരിക്കുന്നത്. അവിൽ നിവേദ്യമാണ് കുചേലദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പന് നിവേദിച്ച് തിരിച്ചു നൽകും. ഇതിനു പുറമെ നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയിൽ കുഴച്ച 4 ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു. ഭക്തർക്ക് അവിൽ ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകളും തുറന്നിരുന്നു. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ കീഴ്ശാന്തിമാർ 3000 നാളികേരം ചുരുക്കിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത്. പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകൾക്കും അവിലാണ് നിവേദിക്കുന്നത്. കുചേലദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല, ദീപാലങ്കാരം, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി കുചേലവൃത്തം കഥകളി പദക്കച്ചേരിയും രാവിലെ ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും ഉണ്ട്. ഗുരുവായൂർ മഞ്ചുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃക പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 2.5 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പിള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. ാണോ നമ്മൾ പുതുക്കിപ്പണിത് നവീകരിച്ചത്, അതിൻ്റെ ആ അന്തസ്സിനനുസരിച്ച് തന്നെ കുചേലൻ്റെ പ്രതിമയും പുതുക്കി പണിയേണ്ടതുണ്ട്, നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാലാണത് മാറ്റിവെക്കപ്പെട്ടത്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയെ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മഞ്ഞനിക്കര ദയാറയിലെത്തി സന്ദർശിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഫാദർ CM ഫിലിപ്പോസ്, സഭാ അൽമായ ട്രസ്റ്റ് ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു എന്നിവർ മെത്രാപ്പോലിത്തയോടൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയോടൊപ്പം മോർ ബസേലിയോസ് ജോസഫ് മെത്രാപ്പോലിത്ത, കർദിനാൾ മോർ ക്ലീമിസ് ബാവ, മോർ കുര്യാക്കോസ് തെയോഫിലോസ് മെത്രാപ്പൊലീത്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മഞ്ഞനിക്കര ദയാറയിൽ പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ ഖബറിങ്കൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മടങ്ങിയത്. സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ പ്രചരണ യാത്ര വടക്കേക്കാട് സമാപിച്ചു.
ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട് കുണിയാവരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് മഹാസമ്മേളനം നടത്തുന്നത്. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് 23-ാം തീയതി ചാവക്കാട് സ്വീകരണം നൽകും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ശതാബ്ദി സന്ദേശയാത്ര നടത്തുന്നത്. സമസ്ത കേന്ദ്ര മുശാഫറ അംഗങ്ങളായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ, അബ്ദുസലാം ഭാഗവി വടക്കേക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര. വടക്കേക്കാട് നടത്തിയ ജില്ലാ പ്രചരണ യാത്രാ സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുശാഫറ അംഗം അസ്കർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ പറയങ്ങാട് കുഞ്ഞിമൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി അബ്ദുസലാം ഭാഗവി ആമുഖ പ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലം, അബ്ദുൾ മജീദ് ഫൈസി, സുലൈമാൻ അൻവരി, ഷഹീർ ദേശമംഗലം, അബ്ദുൾ ഖാദർ ദാരിമി, ഷാഹുൽ റഹ്മാനി, 3 സ്റ്റാർ കുഞ്ഞു മുഹമ്മദ് ഹാജി, കബീർ യമാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചതിരിഞ്ഞ് 5:30 നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പാണാട്ടുകാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയതിനു ശേഷം വിളക്കുപാട്ട്, വെട്ടുംതട എന്നിവയുണ്ടായി. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്താ വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. അന്നദാനവും ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ വിജയൻ, മനോഹരൻ, ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.